ബി.ജെ.പി എത്രയൊക്കെ പുരോഗമനം പറഞ്ഞാലും അവരുടെ ഉള്ളിൽ ഒരു മതരാഷ്ട്രീയം തന്നെയുണ്ട്. ഏത് മതം നല്ലതാണ്, ഏത് മതം ചീത്തയാണെന്ന് ബി.ജെ.പി ആണ് ഇപ്പോൾ തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അവരൊക്കെ ഇനി എത്ര പുരോഗമനം പറഞ്ഞാലും അവരുടെ ഉള്ളിനുള്ളിൽ ഇത് ഉറങ്ങിക്കിടക്കുന്നുണ്ട് എന്നതിന്റെ പ്രധാനപ്പെട്ട ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ വാക്കുകൾ. അദ്ദേഹം തമിഴ്നാട് ഇപ്പോഴത്തിരിക്കുന്ന സംസ്ഥാന പ്രസിഡന്റായിരിക്കുന്ന കെ അണ്ണാമലയെ പറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്: അണ്ണാമലയുടെ ജാതി പശ്ചാത്തലം മികച്ചതാണെന്നാണ് പ്രധാനമന്ത്രിയുടെ പരാമർശം. ഇതിനെതിരെ തമിഴ്നാട്ടിലുള്ള പാർട്ടികൾ തന്നെ രംഗത്ത് വന്നു. മോദി തന്നെ പറയണം ഏതാണ് നല്ല ജാതി, ഏതാണ് മോശം ജാതി എന്ന് പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബി.ജെ.പി തമിഴ്നാട്ടിൽ ഒരു ജാതി കാർഡ് ഇറങ്ങി വോട്ട് പിടിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതുമായുള്ള വിമർശനവുമായി തമിഴ്നാട്ടിലെ പാർട്ടികൾ തന്നെ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഒരു തമിഴ് TV ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് മോദി ഇങ്ങനൊരു പരാമർശം നടത്തിയിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ബി.ജെ.പിക്ക് വളർച്ചയുണ്ടോ എന്ന് അവതാരക ചോദിക്കുന്ന സമയത്താണ് അദ്ദേഹം ഇങ്ങനെ മറുപടി പറഞ്ഞത്. അണ്ണാമലൈ മികച്ച ഉദ്യോഗസ്ഥനായിരുന്നെന്നും ആ ജോലി ഉപേക്ഷിച്ചാണ് അദ്ദേഹം പാർട്ടിയിലേക്ക് വന്നതും അദ്ദേഹം മറ്റ് സ്ഥാനമാനങ്ങളൊന്നും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ മറ്റു പാർട്ടികളുടെ ഏതെങ്കിലും പോയാൽ മതിയായിരുന്നു, അദ്ദേഹത്തെ കണ്ട് ചെറുപ്പക്കാരെ ഒരുപാട് പേര് ബി.ജെ.പിയിലേക്ക് വരുന്നുണ്ട്. ഇതിനിടയിലാണ് അദ്ദേഹം പറഞ്ഞത് അണ്ണാമലയുടെ ജാതി മികച്ചതാണെന്നും അങ്ങനെയുള്ള അദ്ദേഹം ബി.ജെ.പിയിലേക്ക് വരുന്നത് രാജ്യത്തെ സേവിക്കാനാണെന്നും മോദി പറഞ്ഞു. ഈ പരാമർശമാണ് ഇപ്പോൾ വലിയ രീതിയിൽ പ്രശ്നമായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ജാതി വിവാദങ്ങൾ അല്ലെങ്കിൽ ജാതിവാദങ്ങൾ അവസാനിപ്പിക്കാൻ ഇതുവരെ ബി.ജെ.പി സർക്കാർ തയ്യാറാകാത്തത് അവർ കൃത്യമായി അതിലൊരു വോട്ട് ബാങ്ക് ഉണ്ട്, ഇല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ കുറച്ച് വർഗീയ വോട്ടുകൾ ലഭിക്കും എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അക്കാര്യം സംശയം വേണ്ട. തമിഴ്നാട്ടിൽ ബി.ജെ.പിക്ക് മറ്റു ഓപ്ഷൻസ് ഒന്നും മുന്നിലില്ലാത്തതുകൊണ്ട് ഇനി വർഗീയത പരത്തിക്കൊണ്ട് അവിടുന്ന് വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് വാങ്ങാനുള്ള നീക്കമാണ് ഇപ്പോൾ മോദി നടത്തുന്നത്. അതിന്റെ തുടക്കമായി തന്നെയാണ് കെ അണ്ണാമലയുടെ ജാതി പരാമർശവും. അത് നല്ല ജാതിയാണ്, ആ നല്ല ജാതിയിലുള്ള ആളുകളൊക്കെ തന്നെ ബി.ജെ.പിയിലേക്ക് വരുന്നത് രാജ്യത്തെ സേവിക്കാനാണ് എന്നുള്ള പരാമർശവും. ഇതിനൊക്കെ തന്നെ കൃത്യമായി പറഞ്ഞാൽ ജാതി രാഷ്ട്രീയം അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ബി.ജെ.പി ആളുകളൊക്കെ തന്നെ പെരുമാറുന്നത് എന്ന ആരും സംശയമില്ല. നമ്മുടെ കേരളത്തിലേക്ക് വന്നാൽ ഈ സമാനമായ മനോഭാവമുള്ള ഒരാളുണ്ട്. തൃശ്ശൂരിലെ എൽ.ഡി.എയുടെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയാണ്. ഇത്രയും നാളും അദ്ദേഹം പ്രജകൾ 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 എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ വോട്ടർമാരെ. ഇപ്പോൾ എന്തായാലും വലിയ വിമർശനം വന്നുകൊണ്ട് അതിലൊരു മാറ്റം വന്നിട്ടുണ്ട്, ജനങ്ങൾ എന്ന് എത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ സത്യഭാമ എന്ന് പറയുന്ന ഒരു നർത്തകിക്കെതിരെ ഉണ്ടായ വിമർശനം, അതിൽ ഏറ്റവും കൂടുതൽ ആക്ഷേപം നേരിട്ട RV രാമകൃഷ്ണൻ എന്ന് പറയുന്ന നമ്മുടെ കലാഭവൻമണിയുടെ സഹോദരൻ, അയാൾക്ക് വേദി കൊടുക്കുകയും അയാളെ കൊണ്ട് ഭരതനാട്യം കളിപ്പിക്കാൻ ക്ഷണിക്കുകയും ഒക്കെ ചെയ്തെങ്കിൽ പോലും സുരേഷ് ഗോപി ഒരൊറ്റ വാക്ക് പോലും സത്യഭാമയെ പറ്റി പറയാൻ തയ്യാറാകാത്തത് ഈ കൃത്യമായ ജാതിബോധം മനസ്സിലുകൊണ്ടുള്ളത് കൊണ്ടാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇനി ഈ ജാതിബോധത്തിന്റെ മറ്റൊരു പ്രശ്നം കൂടി സൂചിപ്പിക്കുകയാണെങ്കിൽ, കഴിഞ്ഞ ദിവസം മുൻ ഉപപ്രധാനമന്ത്രിയും മുതിർന്ന ബി.ജെ.പി നേതാവുമായ LK അദ്വാനിക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഭാരതരത്ന പുരസ്കാരം സമർപ്പിക്കുന്നുണ്ടായിരുന്നു. ഈ വേളയിൽ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേക്കാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ ഇരിക്കുന്നതാണ്. ഈ ഒരു സമയത്ത് പ്രധാനമന്ത്രി തൊട്ടടുത്തുണ്ടായിരുന്നു. അദ്ദേഹം ഒരു കസേരയിൽ ഇരിക്കുകയായിരുന്നു. അതായത് ഒരു രാജ്യത്തിന്റെ രാഷ്ട്രപതി എഴുന്നേറ്റ് നിന്ന് ഒരാൾക്ക് ഒരു ഏറ്റവും വലിയ പരമോന്നതമായ ഒരു ബഹുമതി കൊടുക്കുമ്പോൾ അതിനൊന്ന് ആദരിക്കാൻ എഴുന്നേറ്റ് നിൽക്കാനുള്ള ഒരു സാമാന്യ മര്യാദ മോദി കാണിക്കാത്തതിനെ പ്രതിപക്ഷം അതിരൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചിരിക്കുന്നത്. അതിനൊപ്പം എടുത്തു പറയേണ്ട കാര്യം കൂടിയുണ്ട്. പ്രധാനമന്ത്രി എഴുന്നേറ്റ് നിൽക്കണമായിരുന്നുവെന്നും രാഷ്ട്രപതിയോട് അങ്ങേയറ്റത്തെ അനാദരവാണ് കാണിച്ചതെന്നും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് വിമർശിച്ചുകൊണ്ട് ഇന്ന് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. അദ്വാനിക്ക് രാഷ്ട്രപതി പുരസ്കാരം സമർപ്പിക്കുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് എക്സിലാണ് ജയറാം രമേശ് ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നത്. ഒപ്പം തന്നെ രാംലീല മൈതാനിൽ കഴിഞ്ഞ ദിവസം നടന്ന ഇന്ത്യ സഖ്യത്തിന്റെ റാലിയിൽ RJD നേതാവ് തേജസ്വി യാദവും പ്രധാനമന്ത്രി വിമർശിച്ചു. ബി.ജെ.പിക്ക് ഭരണഘടനയിൽ വിശ്വാസമില്ലെന്ന് പോലും തേജസ്വി കുറ്റപ്പെടുത്തുന്ന കാര്യങ്ങൾ വരെ ഉണ്ടായിരുന്നു. അങ്ങനെ രാഷ്ട്രപതി പോലും എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി ഒരു ഔപചാരികതയുടെ പേരിലെങ്കിലും ഒന്ന് എഴുന്നേറ്റ് നിന്ന് അവാർഡ് കൊടുക്കുമ്പോൾ രാഷ്ട്രപതിയോ നമ്മുടെ ഭരണഘടനയോ ഒക്കെ തന്നെ ഒന്ന് മാനിക്കുന്ന രീതി മോദി പിന്തുടരണമായിരുന്നു. പക്ഷെ അത് ഉണ്ടായില്ല എന്ന് മാത്രവുമല്ല, അദ്ദേഹം അവിടെ ഇരിക്കുന്ന രീതിയാണ് കണ്ടത്. ഏതായാലും ബി.ജെ.പിക്കാരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഈ ഒരു മതചിന്തയാണ് ഇപ്പോൾ വേര് തട്ടി ഓരോന്നായി പുറത്തു വന്നു. ഏതായാലും ബി.ജെ.പിക്കാരുടെ ഉള്ളിലെ മതചിന്തയാണ് മോദിയുടെ വായിൽ നിന്ന് വന്ന അണ്ണാമലയുടെ ജാതിയാകട്ടെ, അല്ലെങ്കിൽ കേരളത്തിൽ വന്നാൽ ഈ സുരേഷ് ഗോപി സത്യഭാമയെ പറ്റി ഒരു കാര്യം പോലും പറയാത്തതൊക്കെ തന്നെ ഈ ബി.ജെ.പി നേതാക്കൾക്കിടയിൽ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഈ ജാതി ചിന്തയാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട.